മുന്നേ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കുറച്ച് പേര് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിതിൽ പ്രൊഡക്റ്റ് ഏതൊക്കെ ആദ്യം പരിചയപ്പെടുത്തി തരാം. അത് ഗ്ലൂട്ടാത്തൈൻ്റെ സോപ്പ് ഉണ്ട്, ഗ്ലൂട്ടാത്തൈൻ്റെ ലോഷൻ ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ ക്രീം ഉണ്ട്, പിന്നെ ലിപ് ബാം ഉണ്ട്, ഓർ ലിപ് ക്രീം എന്ന് വേണമെങ്കിൽ പറയാം. ഡീ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ സൺസ്ക്രീന്, ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസർ. അപ്പോൾ ഈ ഒരു 10 പ്രൊഡക്റ്റാണ് നമുക്കുള്ളത്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബിയർഡ് ഓയിൽ ഉണ്ട്, അതിന് ഡെർമാ റോളർ ഉണ്ട്, പിന്നെ ഓഫ് കോഴ്സ് പെർഫ്യൂംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫ്രാഞ്ചൈസി മറ്റുള്ള ബിസിനസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു പെൻ എടുക്കുക, ഒരു ബുക്ക് എടുക്കുക, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സോ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ബിസിനസ് ചെയ്യണം, ഡിജിറ്റൽ മാർക്കറ്റിൽ വരണം, ഡിജിറ്റലി ബിസിനസ് ചെയ്യണം, ആ ഒരു പ്ലാറ്റ്ഫോമിൽ വളരണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തം കാണാം. എല്ലാവരും ഫോണിൻ്റെ കൂടെ തന്നെ ഒരു ബുക്കും പെന്നും എടുത്ത് വെച്ചെന്ന് വിചാരിക്കുന്നു. സോ വെർച്യൂ, വെൽനസ് വെർച്യൂ എന്നാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര്. വെർച്യൂസ് എന്നായിരിക്കും ഇതിൻ്റെ ഒരു സബ് നോട്ട്, ഒരു നോട്ട് വരുന്നത്. വെർച്യൂസ് എന്നാണ് നമ്മുടെ ബ്രാൻഡ് ഇങ്ങനെ പോപ്പുലാരിറ്റി വരേണ്ടത്. വെർച്യൂസ് എന്ന് പറയുമ്പോൾ മീനിങ് നന്മ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. നമ്മുടെ പെർഫ്യൂമിന് സെൻസൻസ്, ഓൾഫാക്ടറി സെൻസൻസ് എന്നാണ് പേര്. ഓൾഫാക്ടറി സെൻസ് എന്ന് പറയുമ്പോൾ ഒരു മീനിങ് ഉണ്ട്. ഓൾഫാക്ടറി സെൻസറി ന്യൂറോൺസ് ആണ് നമ്മുടെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ന്യൂറോൺസ്. അതിൽ നിന്നാണ് ഈ പേര് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ സെൻസൻസ് എന്നുള്ള പേരായിരിക്കും ഇതിന് വരിക. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് വെർച്യൂസ് പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക്സ് എന്നുള്ളൊരു സംഭവമായിരിക്കും വരുന്നത് നമ്മൾ ഈ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഫ്രാഞ്ചൈസി ബ്രാൻഡ്. ഇപ്പോൾ നിങ്ങളില്ലാന്നുണ്ടെങ്കിലും നമ്മൾ ബിസിനസ് വളർത്തുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നമ്മൾ ബിസിനസ് ഒരു ഭാഗത്ത് വളർത്തും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റും എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളെങ്ങനെ വളർത്തും? നിങ്ങളിപ്പോൾ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ബിസിനസ് വളർത്തുന്ന രീതിയുണ്ട്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു. മുമ്പായിട്ട് പ്രൊഡക്റ്റ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഒരു കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്. പ്ലസ് ഒരു ലിപ് റിലേറ്റഡ് ആയിട്ട് ലിപ് ബാം ഓർ ലിപ് ക്രീം, ലിപ്പിന്റെ പിഗ്മെന്റേഷന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഷാംപൂ ഫോർ ഓയിലി സ്കിൻ ആൻഡ് ഷാംപൂ ഫോർ ഡാൻഡ്രഫ്, ആന്റി ഡാൻഡ്രഫ് ഷാംപൂ, ഇതൊരു കാറ്റഗറി. പിന്നെ 4 എണ്ണം വരുന്നത് ഗ്ലൂട്ടാത്തയോൺ ആണ്. ഗ്ലൂട്ടാത്തയോന്റെ ലോഷൻ വരുന്നുണ്ട്, ഗ്ലൂട്ടാത്തയോന്റെ ക്രീം വരുന്നുണ്ട്, ഗ്ലൂട്ടാത്തയോന്റെ ടാബ്ലറ്റ് വരുന്നുണ്ട്, ഗ്ലൂട്ടാത്തയോന്റെ സോപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു കാറ്റഗറി. ഗ്ലൂട്ടാത്തയോൺ ഫോർ സ്കിൻ വൈറ്റനിങ് ഓർ സ്കിൻ പിഗ്മെന്റേഷൻ, ഡീ പിഗ്മെന്റേഷൻ, മെലസ്മ കൈൻഡ് ഓഫ് സ്കിൻ ഡിസ്കളറേഷൻ ഒക്കെ വേണ്ടിയിട്ട്. ഗ്ലൂട്ടാത്തയോൺ എന്നുള്ളത് എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് കുറെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ IV അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമ്മളിവിടെ ചെയ്യുന്നത് ഇതിന്റെ എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതും പിന്നെ അതുപോലെ ടാബ്ലറ്റ് വളരെ എഫക്റ്റീവ് ആണ്. നമ്മൾ FS7 കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വരുന്നതാണ് ടാബ്ലറ്റ്. സോ ഇതിൽ വരുന്നത് നമ്മളതായിട്ടുള്ള ഒരു സ്പെഷ്യൽ കണ്ടന്റ് ആണ് വരുന്നത്. അസറ്റൈൽ സിസ്റ്റീൻ പ്ലസ് കൊളാജൻ പെപ്റ്റൈഡ്സ്, പിന്നെ ഗ്ലൂട്ടാത്തയോണും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പോസിഷൻസും. സോ ഈ ഒരു പാറ്റേൺ ആണ് പ്രൊഡക്റ്റിൽ വരുന്നത്. ഫേസ് വാഷ് ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, മറ്റുള്ള എല്ലാ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമ്മൾ ഇനീഷ്യലി ചെയ്യും. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്ലി നമ്മൾ 2 പേരെങ്കിലും നമ്മൾ വെച്ച് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യും. പിന്നെ കൂടെ തന്നെ റാൻഡം മോഡൽസിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. വലിയ ഫോളോവേഴ്സ് ഇല്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ നോർമലി UGC കൈൻഡ് ഓഫ് കണ്ടന്റ്സ്, UGC ആണ് ഇപ്പോൾ പോകുന്നത്, യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ്. റീൽസ് ആണ് ഇന്നത്തെ ബിസിനസ്സിനെ വളർത്തുന്നതും ഇല്ലാണ്ടാക്കുന്നതും. റീൽസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് വളരില്ല. അപ്പോൾ അത്തരത്തിലുള്ള റാൻഡം മോഡൽസിനെ ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡോക്ടേഴ്സ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും വരണം. സോ ഡോക്ടേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു 5-6 ഡോക്ടേഴ്സിന് ഓൾറെഡി സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ വീഡിയോസും കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലാണ് ശരിക്കും നിങ്ങൾ പെടുന്നത്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ പിന്നെ ഫ്രാഞ്ചൈസി എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രാഞ്ചൈസി എന്താണ്? ഫ്രാഞ്ചൈസി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഫ്രാഞ്ചൈസിന് പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ കൂടുതലായിട്ട് ആലോചിച്ചിട്ടില്ല. ഇനീഷ്യലി ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ ആണ്, പക്ഷെ നമുക്ക് ബിഗ് ഓൺലൈൻ എന്നൊരു ഫംഗ്ഷനിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൺലൈനിലാണ് എലീറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ വരുത്താനും ഒരു ബിസിനസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനും പോപ്പുലാരിറ്റി വർദ്ധിക്കാനും ബ്രാൻഡ് അവയർനെസ്സിനും ഒക്കെ ഓൺലൈനിലൂടെ സാധ്യമാകും. അപ്പോൾ ഓൺലൈൻ എന്നുള്ള മേഖല കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിനെന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരും. നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് 1 lakh ആണ്. ജസ്റ്റ് 1 lakh എന്ന് പറയുമ്പോൾ 1 lakhന് അതിൻ്റെ വില ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫ്യൂമും കോസ്മെറ്റിക്സും വെറും 1 lakhലാണ് നിങ്ങൾക്ക് തുടങ്ങിയാൽ മതി. ഏകദേശം നമ്മൾ വേറെ എക്സ്ട്രാ എമൗണ്ട് ഒന്നും ആക്കുന്നില്ല. 50K ഫോർ ഓർ 40K ഫോർ കോസ്മെറ്റിക്സ് പ്ലസ് 60K ഫോർ പെർഫ്യൂംസ്. ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു? ഓഫ്ലൈൻ ഒരു ഔട്ട്ലെറ്റ്. ഇത് എന്താ കൺസെപ്റ്റ്? ഒരു ഔട്ട്ലെറ്റ് ഓർ എ ഷോക്കേസ്. ആ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു 200 സ്ക്വയർ ഫീറ്റിലുള്ള ചെറിയൊരു റൂം മതിയാവും. ഒരു നോർമൽ ഒരു റൂം, അവിടെ കുറച്ച് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ, നിങ്ങളൊരു പേഴ്സണൽ ഓർ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഏരിയ. അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഓൺലൈനിലാണ്.
ഓൺലൈനിൽ എങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മളെ പേജിൽ ചെയ്യും. നിങ്ങളിപ്പം വേർച്യൂസ് ഇപ്പോൾ കോഴിക്കോടാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ വേർച്യൂസ് കാലിക്കറ്റ് എന്നൊരു പേജ് തുടങ്ങുന്നു. പേജിൽ എന്തൊക്കെയുണ്ട്? ഈ പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക്സ് ഉണ്ട്. ഈ പെർഫ്യൂംസ് നിങ്ങൾ എങ്ങനെ ചെയ്യും? നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഒരു ആക്റ്റീവ് ആയിട്ടുള്ള, ഒരു ടോക്കറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫ് ഓർ യുവർ സെൽഫ്. നിങ്ങളോ നിങ്ങളുടെ സ്റ്റാഫോ ഒന്ന് ടോക്കറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പെർഫ്യൂമിന് എന്ത് വേണം? ബിസിനസ് ചെയ്യാൻ അത് അവതരിപ്പിക്കണം. ഓൺലൈനിലൂടെ സ്മെല്ല് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് ഇഷ്ടപ്പെടണം. ഓൺലൈനിലൂടെ പറഞ്ഞിട്ട് അതിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. 6 hours ലാസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 90% ആക്യുറൻ്റ് ആണ് മറ്റുള്ള ബ്രാൻഡുകളുമായിട്ട്. ഇപ്പോൾ കോസ്മെറ്റിക്സ് എന്തായാലും പ്രൂവൺ ആണ്. എല്ലാ കാര്യങ്ങളും, എല്ലാ COA MSDS ഡോക്യുമെന്റേഷനും നമ്മൾ ക്ലിയർ ആണ്. ഡൽഹി ഗുജറാത്ത് ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ മാനുഫാക്ചറിങ് ഉള്ളത്. സോ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട. അത് പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാർക്കറ്റിംഗ് ആണ്. ഓൺലൈനിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം? നിങ്ങൾക്ക് തരുന്നത് കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കോടിൽ ഫൈൻഡ് ചെയ്യേണ്ടത് ഈ റാൻഡം മോഡൽസിനെ മാത്രമാണ്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിന്. ഈ ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ തപ്പിപ്പിടിക്കുക, റാൻഡം മോഡൽസിനെ തപ്പിപ്പിടിക്കുക, UGC കണ്ടന്റുകൾ ഉണ്ടാക്കുക ഫോർ ബോത്ത് പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക്സ്. അതിന് നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. അല്ലാതെ ഒരു ഷോപ്പ് തുടങ്ങുക, ആരെങ്കിലും വരിക, അവിടെ കച്ചവടം ചെയ്യുക, ആ മാഞ്ഞാള പരിപാടിക്ക് വരണ്ട. നിങ്ങൾക്ക് ഇത് വളർത്തണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റയർ കാലിക്കറ്റിൽ വേറൊരു സെയിലും നമ്മൾ ചെയ്യില്ല. ഒരു കാലിക്കറ്റിൽ നമുക്കൊരു എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അത് ഫോർവേഡ് ചെയ്തു തരും. അത് ആര് തുടങ്ങുകയാണെങ്കിലും. വേറൊരു ഫ്രാഞ്ചൈസി കാസർഗോഡ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ നിങ്ങൾക്കായിരിക്കും അതിൻ്റെ എൻക്വയറി വരുമ്പോൾ ഫോർവേഡ് ചെയ്ത് വരിക. പിന്നെ പരസ്യം ചെയ്യുന്നവർക്ക് അറിയാം, പരസ്യം ചെയ്യുന്ന രീതി ടാർഗറ്റ് ബേസ് ചെയ്തിട്ടാണ്, ഓഡിയൻസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ കോഴിക്കോട് നിങ്ങളെ ഒഴിവാക്കിയിട്ടിട്ട് നമ്മളും ചെയ്യത്തുള്ളൂ പരസ്യം ചെയ്യുമ്പോൾ. ഓൺലൈനിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറിൽ ആകെ കുറഞ്ഞ പീസ് സ്റ്റോക്ക് ചെയ്താൽ മതി. മിനിമം പീസ് മാത്രം മതി. നേരത്തെ പറഞ്ഞ ഈ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് തരും. ഓർ നേരത്തെ പറഞ്ഞ അഫിലിയേറ്റ് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടുള്ള റെഫറൽ ലിങ്ക് തരും. ഈ റെഫറൽ ലിങ്കിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്കൊരു ഓർഡർ വരുമ്പോൾ നമുക്കും നിങ്ങൾക്കും ഒരേപോലെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മന്ത്ലി നമ്മൾ റിപ്പോർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സെയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നൊക്കെ നമുക്ക് പേഴ്സണലി സംസാരിക്കാം. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പെർസെൻറ്റേജ് 20 to 40 അല്ലെങ്കിൽ 10 to 20 അത് അങ്ങോട്ട് ഇവിടെ മാറാം, കൺഫേം ആക്കാം. ഓരോ പ്രൊഡക്റ്റിനും ഓരോ റേറ്റിലേക്ക് ഓരോ മാർജിനാണ് നമ്മൾ, അല്ലെങ്കിൽ മാർക്കപ്പാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ആ റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ആ എമൗണ്ട് മന്ത്ലി നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് വരുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മൾ പ്രസന്റ്ലി ഇപ്പോൾ നമ്മുടെ ബേഡ് സെറത്തിൽ നമ്മൾ 4-5 വർഷമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. കുറേ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റൊരു ജോലി ചെയ്യുന്നവരുണ്ട്, ഇതിനായിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ റെഫർ ലിങ്ക് കൊടുത്തിട്ടാണ് 10-17 പേർക്ക് റെഫർ ലിങ്ക് കൊടുക്കും. ഈ ലിങ്ക് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുക? പരസ്യം ചെയ്യുന്നത്. വാട്സപ്പിലൂടെ പരസ്യം ചെയ്യാൻ പറ്റും, FBയിലൂടെ പരസ്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെ പരസ്യം ചെയ്യാൻ പറ്റും, ഓർ മെറ്റ എന്ന് വേണമെങ്കിൽ പറയാം. മെറ്റ ബിസിനസ് സ്യൂട്ടിലൂടെ നമുക്ക് അങ്ങനെ പരസ്യം ചെയ്താൽ മതി. അപ്പം ഇത് നിങ്ങൾ റെഫർ ലിങ്ക് ചെയ്യുന്നു, ഒരു UGC കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ UGC കണ്ടന്റ് നിങ്ങൾ അഡ്വേർട്ട് ചെയ്യുന്നു, ആ അഡ്വേർട്ടിലൂടെ നിങ്ങൾക്ക് റെഫർ ലിങ്ക് മുഖേന വെബ്സൈറ്റിലൂടെ സെയിൽ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് കോൺടാക്ട് വന്നിട്ട് ആ വാട്സപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ഒരു മേഖലയാണ് നമ്മൾ കാലങ്ങളായിട്ട് കോസ്മെറ്റിക്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒറ്റൊരു പ്രൊഡക്റ്റ് ഉള്ളൂ. ആ പ്രൊഡക്റ്റിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രൊഡക്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് ഇവിടെ ബാക്കിൽ കാണാൻ പറ്റും. നമുക്ക് പ്രസന്റ്ലി ഉള്ളത് 39 ഫ്രാഗ്രൻസ് ആണ്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ നമുക്കത് അവൈലബിൾ ആക്കി തരാൻ പറ്റും. അത് പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രാഗ്രൻസ് ആകെ ഒരു 1/2 ലിറ്റർ എടുത്താൽ മതിയാവും. 1/2 ലിറ്റർ എടുത്താൽ ഒരു 20 ഫ്രാഗ്രൻസ് ആകുമ്പോൾ 10 ലിറ്റർ മാത്രമേ സ്റ്റോക്ക് ചെയ്താൽ മതി. പിന്നെ ഒരു ബോട്ടിലൊക്കെ ഒരു 50 ml ബോട്ടിൽ ഒരു 5 പീസ്, ഒരു 100 ml ബോട്ടിൽ 5 പീസ്, ഇത്ര സ്റ്റോക്ക് വെച്ചാൽ മതി. കാരണം തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് കൊറിയർ ചെയ്ത് തരാൻ പറ്റുമല്ലോ. കേരളത്തിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തും. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഓൺലൈൻ സെയിൽ മൊത്തം നമ്മുടെ ഈ വെയർ ഹൗസിൽ നിന്ന് നമ്മൾ കൊറിയർ അയക്കും. ഇത് നമ്മളിപ്പോൾ ഒരു ടീം കൊറിയറിന് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അത് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. പിന്നെ ഡെലിവറി വന്നിട്ട് ചെയ്യലാണ്. ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പ്രസന്റ്ലി ഉള്ള ബിസിനസ്സിന്. അത് ഓരോ വ്യക്തികളുടെയും ഡീറ്റെയിൽസ് ഇവിടെ റെഡിയാക്കി വെക്കും. അടുത്ത ദിവസം അവർക്ക് റെഡി പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വെക്കും. അന്ന് തന്നെ ടീം വന്നിട്ട് കൊണ്ടുപോകും. കുറച്ച് മുമ്പായിട്ട് നമ്മുടെ ബേഡോയിൽ കുറച്ച് ഡിലേ വരാറുണ്ടായിരുന്നു. ഓഫീസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കൺഫ്യൂഷനും മറ്റുള്ള തിരക്കിലൊക്കെ പെട്ടുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ബിസിനസ് അത്തരത്തിലുള്ള ഒരു ഡിലേ വരാൻ നമ്മൾ
നിൽക്കില്ല. കാരണം നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് കൂടുതൽ സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ഈ ബിസിനസ്സിനോട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാ അസിസ്റ്റൻസും നമ്മൾ തരും. ഡിജിറ്റൽ എക്സ്പേർട്സ് നമ്മളെ അടുത്തുണ്ട്. മീൻസ് എന്താണ് ഇപ്പോൾ ഡിജിറ്റൽ എക്സ്പേർട്സ് പറഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് റെഡിയാക്കണം, നമ്മുടെ മെറ്റ റെഡിയാക്കണം, ഓട്ടോമേഷൻസ് ഓർ API ഇൻ്റഗ്രേഷൻസ് ഓർ അതർ ഡിസൈനിങ് ഉള്ള കൊറിയർ സർവീസിന് ഇൻ്റഗ്രേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഇനീഷ്യലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ട് ക്ലിയർ ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് ഈ UGC ആണ്. ഈ കണ്ടന്റ് കാര്യങ്ങളില്ലാതെ ഒരു ബിസിനസ് നടക്കില്ല. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ കാലിക്കറ്റിൽ എവിടെ തുടങ്ങുകയാണെങ്കിൽ, ഏത് ജില്ല വട്ടവർ വേറെവർ എവിടെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളായിരിക്കണം ആ ജില്ലയിലുള്ള മൊത്തം സെയിൽസും. അതുപോലെ തന്നെ വേറൊരാൾക്ക് ഒരു ഫ്രാഞ്ചൈസി, ഇപ്പോൾ കോഴിക്കോട് നിങ്ങൾ ബാലുശ്ശേരി തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ മാങ്കാവ് ഭാഗത്ത് ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് ഒരു ജില്ലയിൽ ഒരു 5 ഫ്രാഞ്ചൈസിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ 6 മാസത്തിന് ആർക്കും ഒരു ഫ്രാഞ്ചൈസിയോ മറ്റുള്ള സപ്ലൈയോ നമ്മളൊരു ജില്ലയിൽ കൊടുക്കില്ല. അതിനുശേഷം നിങ്ങളുടെ സെയിൽസ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങളുടെ സെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളൊരു വ്യക്തിയെ തേടി പോകും. പിന്നെ മറ്റുള്ള ഈ പെർസെൻറ്റേജിൻ്റെ കാര്യങ്ങളും ഇതിന് എമൗണ്ട് എത്രയാണ്, അതിന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്, അതിന് മാർജിൻ എത്രയാണ്, മാർക്കപ്പ് എത്രയാണെന്നൊക്കെയുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് ബെറ്റർ ടു കോൾ മീ. എൻ്റെ നമ്പർ ഇതായി കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. നേരെ സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഒരു നരേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ഡീപ്പായിട്ട് നമ്മൾ സംസാരിക്കുക. ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതിൽ ചില വിട്ട് പോയിട്ടുണ്ടാവാൻ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് വിളിച്ചിട്ടോ കാര്യങ്ങൾ ചോദിക്കാം. വിളിച്ചാൽ മതി. കാരണം ഇത് നമുക്ക് വെറുതെ കമൻ്റ് ഇട്ടിട്ട് വെറുതെ സംസാരിച്ച് കളയാനുള്ള ഒരു വിഷയമായിട്ടല്ല ഞാൻ അത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ വിളിക്കുക, വിളിച്ചിട്ട് സംസാരിക്കുക. ഓക്കെ. സോ